കൊറിയൻ ചിത്രങ്ങളുടെയും ഡ്രാമകളുടെയും ഒക്കെ തന്നെ ഫാൻസ് ആയിട്ടുള്ള എല്ലാവർക്കും വളരെ സുപരിചിതനായ അവരുടെ ഫേവറേറ്റ് ആക്ടേഴ്സിന്റെ ലിസ്റ്റിൽ തീർച്ചയായും ഉണ്ടാവാറുള്ള ഒരു നടനാണ് ലീ മിൻഹോ. ലീ മിൻഹോയുടെ ഡ്രാമകളൊക്കെ വേറെ ലെവലാണ്. ഇതിനു മുന്നേയും ലീ മിൻഹോ ഡ്രാമകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ലീ മിൻഹോയുടെ ഒരു ചൈനീസ് കഥയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഞാൻ പൊതുവെ ലീ മിൻഹോയുടെ കൊറിയൻ കഥകളെ കണ്ടിട്ടുള്ളൂ. ഈ ഒരു ചൈനീസ് കഥ എനിക്കും ഒരു പുതിയ അനുഭവമായിരുന്നു. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അത് തുടങ്ങുന്നത് നമ്മുടെ കഥാനായകനായ മിൻഹോയെ കാണിച്ചുകൊണ്ടാണ്. മിൻഹോ ഒരു മ്യൂസിക് പ്രൊഡ്യൂസറാണ്. ആൾ ഒരു പുതിയ പാട്ട് തയ്യാറാക്കുന്നതിന്റെ അണിയറയിലാണ് ഇപ്പോൾ ഉള്ളത്. കുറേ നേരം മെനക്കെട്ടിട്ടും അടുത്തതായി ഫിനിഷ് ചെയ്യേണ്ട ഒരു വർക്കിന് വേണ്ടിയുള്ള മ്യൂസിക് തുടങ്ങാൻ പോലും പറ്റുന്നില്ല. പല ട്യൂൺ നോക്കിയിട്ടും ഒന്നും തന്നെ അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. അങ്ങനെ മിൻഹോ ആകെ തല പുകച്ചിരിക്കുന്ന സമയത്താണ് അവിടേക്ക് മിൻഹോയുടെ മാനേജർ വരുന്നത്. എന്റെ സാറേ, ഈ പാട്ട് നമ്മൾ ഉടനടി തയ്യാറാക്കി കൊടുക്കേണ്ടതല്ലേ? ആ സിനിമക്കാര് ദിവസവും വിളിച്ച് ചോദിച്ചോണ്ടിരിക്കുക പാട്ട് എന്തായിന്ന്. ഇപ്പൊ എന്തവരോട് പറയാ? ഇതിപ്പോ ഇങ്ങനെ ലേറ്റ് ആയി പോയാ എന്ത് ചെയ്യുന്നല്ല മാനേജർ ആകെ ടെൻഷൻ ആവുമ്പോ മിൻഹോ ഒരു ഇരിപ്പിരിക്കാണ്. അപ്പോഴാണ് മാനേജർക്ക് മിൻഹോ ഇപ്പൊ ചെയ്യാൻ പോകുന്നത് ഒരു റൊമാൻറ്റിക് ട്രാക്ക് ആണല്ലോ എന്ന കാര്യം ഓർമ്മ വരുന്നത്. ഈ റൊമാൻറ്റിക് പാട്ടൊക്കെ ചെയ്യാനായിട്ട് അല്പസ്വല്പം റൊമാൻസ് എന്താണെന്നൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം, അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് ഉപദേശിക്കുന്ന മാനേജർ മിൻഹോയ്ക്ക് അങ്ങനെ പ്രേമിച്ചൊന്നും എക്സ്പീരിയൻസ് ഇല്ല എന്നറിയാവുന്നത് കൊണ്ട് ആരെങ്കിലും ഒന്ന് പ്രേമിക്കണ്ട സാറേ, എന്നാലേ നല്ല സംഗീതം മനസ്സിലേക്ക് വരുള്ളൂ. പ്രത്യേകിച്ച് റൊമാൻറ്റിക് പാട്ടൊക്കെ തയ്യാറാക്കാനിരിക്കുമ്പോ സ്വല്പം പ്രണയം മനസ്സിലില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട്. മിൻഹോ അതൊന്നും മൈൻഡ് ആക്കാതെ പുറത്തേക്ക് പോകാൻ ഇറങ്ങുമ്പോ സാറേ അപ്പൊ പാട്ട് എന്നിങ്ങനെ മാനേജർ വിളിച്ച് ചോദിക്കുമ്പോഴേക്കും ഞാൻ പുറത്ത് പോയിട്ട് വരുമ്പോഴേക്കും എന്റെ കയ്യിൽ പാട്ട് സെറ്റ് ആയിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് മിൻഹോ തന്റെ പെറ്റായ ഒരു ഡോഗിനെയും കൂട്ടി വീട് വിട്ട് ഇറങ്ങുന്നു. ഈ സമയം നമ്മുടെ കഥാനായിക ആ നാട്ടിലേക്ക് ഒരു ടൂറിസ്റ്റായി വന്നിരിക്കുകയാണ്. ചൈനക്കാരിയായ അവളുടെ പേര് ലിങ് എന്നാണ്. അങ്ങനെ കൊറിയയിൽ എത്തിയിരിക്കുന്ന ലിങ് അവിടെയുള്ള മനോഹരമായ സ്ഥലങ്ങളിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ സെൽഫി എടുത്താല് ഇതുപോലെ മനോഹരമായ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നും അത്രയ്ക്കെങ്ങും കിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇപ്പൊ ആരെ കൊണ്ടൊന്ന് ഫോട്ടോ എടുപ്പിക്കുമെന്ന് ലിങ് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് അതുവഴി ഒരാൾ വരുന്നത് അവൾ കാണുന്നത്. അവൾ വേഗം തന്നെ ആളോട് ഫോട്ടോ എടുത്തു തരാമോ എന്ന് ചോദിക്കാന്ന് വിചാരിക്കുന്നു. ആ വരുന്നത് മറ്റാരും അല്ല, നമ്മുടെ മിൻഹോ ആണ്. വന്ന പാട് തന്നെ മുറി ഇംഗ്ലീഷിൽ അവൾ സംസാരിക്കുന്നു. കൊറിയൻ ഭാഷ അറിയില്ല, ഇംഗ്ലീഷും കാര്യമായി അറിയില്ല. അതുകൊണ്ട് അറിയാവുന്ന ഇംഗ്ലീഷിൽ തട്ടിക്കൂട്ടി ഒരു ഫോട്ടോ എടുത്തു തരാമോ എന്ന് ചോദിക്കുമ്പോൾ അത് കേൾക്കുന്ന മിൻഹോ വിചാരിക്കുന്നത് തന്റെ ഫോട്ടോ എടുത്തോട്ടെ എന്നാണ് അവൾ ചോദിക്കുന്നത് എന്നാണ്. മിൻഹോ ആ നാട്ടിലെ ഒരു പ്രശസ്ത മ്യൂസിക് ഡയറക്ടർ ആയിട്ടും ആ നാട്ടുകാരി അല്ലാത്തത് കൊണ്ട് അവൾക്ക് അവനെ അറിയില്ല. പക്ഷെ അവനതറിയില്ലല്ലോ, തന്റെ ഏതോ ഫാനാണ്, താൻ മുഖം മറച്ചു വന്നാലും തന്നെ തിരിച്ചറിഞ്ഞ് ഫോട്ടോ ചോദിക്കുകയാണ് എന്ന തെറ്റിദ്ധാരണയിൽ അവൻ ഭയങ്കരമായ ജാടയിൽ ഫോട്ടോ ഒന്നും എടുക്കാനൊന്നും എനിക്ക് സമയമില്ല, എനിക്ക് ഇത്തിരി തിരക്കുണ്ടെന്നൊക്കെ പറഞ്ഞ് അവളോട് സംസാരിക്കുമ്പോൾ അവൻ പറയുന്ന കൊറിയൻ ഭാഷ അവൾക്കിട്ട് മനസ്സിലാവുന്നില്ല. അവൾ അന്തം വിട്ട് നോക്കുമ്പോൾ അവൻ ആക്ഷൻ ഒക്കെ കാട്ടാണ്. എന്തായാലും സമ്മതമല്ല എന്നതാണ് അവൻ പറയുന്നത് എന്ന് മനസ്സിലാക്കുന്ന അവൾക്ക് നിരാശ വരുന്നുണ്ട്. ആ നിരാശ മുഖത്ത് വളരെ പ്രകടമാകുമ്പോൾ അവളുടെ മുഖം വാടുന്നത് കണ്ട് എന്തോ അവന് പാവം തോന്നുന്നുണ്ട്. ശരി ഫോട്ടോ എടുത്തോ, വേഗം എടുക്കണമെന്ന് പറഞ്ഞ് അവൻ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നത് കാണുന്ന അവള് എന്റെ ഫോട്ടോ എടുത്തു തരാൻ പറയുമ്പോ എന്ത് ഇയാൾ ഇങ്ങനെ നിൽക്കുന്നതെന്നുള്ള മട്ടില് അന്തം വിട്ട് നോക്കുന്നുണ്ടായിരുന്നു. ഇവളെന്ത് ഇങ്ങനെ നിൽക്കുന്ന, ഇനിയൊരു പക്ഷെ താൻ മങ്കി ക്യാപ്പ് മാറ്റാത്തത് കൊണ്ടായിരിക്കുമോ എന്ന് കരുതുന്നവൻ അത് മാറ്റിയിട്ട് ശരി ഫോട്ടോ എടുത്തോന്ന് പറഞ്ഞു നിൽക്കുമ്പോ അപ്പോഴും നമ്മുടെ ലിങ് ആകെ അന്തം വിട്ട് നിൽക്കാണ്. അത് കാണുന്നവൻ ഇനി കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കുന്നത് കൊണ്ടായിരിക്കും എന്ന് കരുതി അത് മാറ്റിയിട്ട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുമ്പോഴാണ് അവൾ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാവുന്നത്. താൻ പറഞ്ഞത് അവന് മനസ്സിലായിട്ടില്ല എന്ന് വ്യക്തമാവുന്ന അവൾ എന്റെ ഫോട്ടോ എടുത്തു തരാമോ എന്നാ ചോദിച്ചെന്ന് കുറച്ച് ആക്ഷൻ കാണിച്ച് പറയുമ്പോ അവന് കാര്യം പിടികിട്ടുന്നു. അവൻ ആകെപ്പാടെ ചമ്മി അവിടെ നിൽക്കാണ്. വേഗം തന്നെ അവളുടെ കയ്യിൽ നിന്ന് ക്യാമറ വാങ്ങി അവൻ അവളുടെ ഫോട്ടോ എടുത്തു കൊടുക്കുന്നു. ആ സമയം ഈ ഡോഗിന്റെ കൂടെ ഫോട്ടോ എടുത്തോട്ടെ എന്ന് അവൾ ചോദിക്കുന്നത് കേൾക്കുന്ന അവൻ എന്റെ ഡോഗ് എങ്ങനെ സ്ട്രേഞ്ചേഴ്സിന്റെ കൂടെ ഒന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും ഡോഗും അവളും ഫോട്ടോയ്ക്ക് ഒന്നിച്ച് നിന്ന് പോസ് ചെയ്യുന്നുണ്ട്. അവൻ അങ്ങനെ ആ ഫോട്ടോയും കൂടി എടുത്തു കൊടുക്കുന്നു. പക്ഷെ ആ സമയം ഡോഗിനെ കൊഞ്ചിച്ചിരിക്കുന്ന അവളെ കാണുന്ന അവന്റെ മനസ്സിൽ പല പല പാട്ടുകളും വന്ന് നിറയാണ്. ഒരു മ്യൂസിക് ഒന്നും സെറ്റ് ആവാതെ അത്രയും നേരം ബുദ്ധിമുട്ടിയിരുന്ന അവൻ ഇപ്പൊ കവിതയായി മനസ്സിൽ പാട്ടുകൾ വന്ന് നിറയുന്നത് കൊണ്ട് തന്നെ വേറൊരു ലോകത്ത് നിൽക്കാണ്. ആ സമയം ആ ഡോഗ് അവിടെ നിന്ന് ഓടുമ്പോൾ അതിന്റെ പുറകെ ലിങ്ങും ഓടുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ മനസ്സിലേക്ക് വന്ന ആ പാട്ടും വരികളും എല്ലാം മ്യൂസിക്കായി കമ്പോസ് ചെയ്യാനായി കയ്യിൽ കരുതിയ ഗിറ്റാറുമായി അവിടെ മിൻഹോ ഇരിക്കുന്ന സമയത്താണ് ഡോഗിനെയും പിടിച്ചുകൊണ്ട് ലിങ് തിരിച്ചു വരുന്നത്. നിങ്ങൾ മ്യൂസീഷ്യൻ ആണോ എന്ന് അവൾ അവനോട് ചോദിക്കുമ്പോൾ അതേ എന്ന് അവൻ പറയുന്നുണ്ട്. പക്ഷെ കൂടുതലായി സംസാരിക്കാൻ സാധിക്കും മുന്നേ ലിങ്ങിനെ അവൾ ഇവിടെ സ്റ്റേ ചെയ്ത ഹോട്ടലിൽ നിന്ന് അവൾക്ക് എയർപോർട്ടിലേക്ക് പോകാനായിട്ടുള്ള ടാക്സി വന്നിട്ടുണ്ട് എന്ന അറിയിപ്പ് വരുന്നു. അവൾ ഇന്ന് ചൈനയിലേക്ക് മടങ്ങി പോകുന്ന ദിവസമാണ്. ആ കോള് വന്ന പാടെ ലിങ് വേഗം പോകാനായി നിൽക്കുമ്പോഴാണ് വളരെ യാദൃശികമായി ഇന്ന് ഇവിടെ വെച്ച് പരിചയപ്പെട്ടതാണെങ്കിൽ പോലും എന്തോ അവൾ കാരണമാണ് ബ്ലാങ്ക് ആയി കിടന്ന് തന്റെ മനസ്സിൽ ഇപ്പൊ മനോഹരമായ ഒരു പാട്ട് വന്നതെന്ന് തോന്നുന്ന മിൻഹോ അവളെ കോണ്ടാക്ട് ചെയ്യാനായി സോഷ്യൽ മീഡിയയിൽ ഫ്രണ്ട് ആവുന്നുണ്ട് ആ സമയത്ത്. അങ്ങനെ അതിനുശേഷം അവർ പിരിയാണ്. തുടർന്ന് ലിങ് എയർപോർട്ടിലേക്ക് വണ്ടിയിൽ പൊക്കോണ്ടിരിക്കുന്ന സമയത്താണ് അവൾ മുന്നേ മിൻഹോയുടെ കൂടെ സംസാരിച്ച് നിന്ന സ്ഥലത്ത് നിന്ന് അവൻ ഒരു പെൻ ഡ്രൈവ് കിട്ടുന്നത്. അത് അവളുടെ പെൻ ഡ്രൈവ് ആണ്, അവളുടെ കയ്യിൽ നിന്ന് മിസ്സായതാണെന്ന് മനസ്സിലാക്കുന്ന അവൻ വേഗം തന്നെ
അതിന്റെ ഫോട്ടോ എടുത്ത് അവൾക്ക് അയച്ചു കൊടുക്കുന്നു. ആ പെൻഡ്രൈവ് അവൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് അവൾക്ക് ടെൻഷൻ ആവുന്നുണ്ട്. അത് മിസ്സാക്കാൻ കഴിയില്ല. പക്ഷെ ഇപ്പോ തിരിച്ചു പോയാൻ ഒരുങ്ങി കഴിഞ്ഞാല് ഫ്ലൈറ്റ് മിസ്സാവും. ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് അറിയാതെ അവൾ ആകെ ടെൻഷൻ ആവുന്ന സമയം ഞാൻ അത് കൊണ്ടുതരാമെന്ന് പറഞ്ഞ് അവൻ അവളുള്ള എയർപോർട്ടിലേക്ക് എത്തുകയും അവൾ ഫ്ലൈറ്റിൽ കയറുന്നതിന് മുന്നേ തന്നെ അവളെ കണ്ടെത്തി അത് ഏൽപ്പിക്കുകയും ചെയ്യുന്നു. അവൾ ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട്. അവനോട് ഒരുപാട് നന്ദിയും പറയുന്നു. ഇതേ സമയം മിൻഹോ ഇത്രയും റിസ്ക് എടുത്ത് വേറൊരാൾക്ക് വേണ്ടി മാത്രം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് മിൻഹോയുടെ മാനേജറും സ്റ്റൈലിസ്റ്റും കാണുന്നുണ്ട്. അവർ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുമ്പോൾ മിൻഹോയ്ക്ക് എന്താ ആ പെണ്ണിനെ കണ്ടപ്പോ തന്നെ സഹായിക്കാൻ ഇത്ര ശുഷ്കാന്തി, ഇനി ഇതിനാണോ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയുന്നത് എന്നിങ്ങനെ പല ഡൗട്ടുകളും അവർക്ക് വരുന്നുണ്ട്. ആ ഒരു സംസാരം കേട്ടതുകൊണ്ട് തന്നെ മിൻഹോ അവനെ തന്നെ പറഞ്ഞു ഓർമ്മിപ്പിക്കുകയാണ്, ഞാൻ അവൾക്ക് ആ പെൻഡ്രൈവ് അത്രയും ദൂരെ യാത്ര ചെയ്ത് കൊണ്ടു കൊടുത്തത് അത് അവൾക്ക് എന്തോ ഇമ്പോർട്ടന്റ് ആണ്, മിസ് ചെയ്താൽ ബുദ്ധിമുട്ടാവും എന്ന ഒരൊറ്റ കാര്യം തോന്നിയതുകൊണ്ടാ, അല്ലാതെ എനിക്ക് അവളോട് യാതൊരുവിധ താല്പര്യം ഉള്ളതുകൊണ്ടല്ല. അതെങ്ങനെയാ കുറച്ച് മണിക്കൂറുകൾ മുന്നേ കണ്ട ഒരാളെ നമുക്ക് അങ്ങനെ ഒരു താല്പര്യത്തോടെ കാണാൻ സാധിക്കുന്നത്? എനിക്ക് അങ്ങനൊന്നും ഇല്ലാന്നല്ല അവൻ അവനെ തന്നെ ഓർമ്മിപ്പിക്കുന്നു. അവളിപ്പോ തിരിച്ച് അവളുടെ നാട്ടിലേക്ക് പോയി. ഇനി ഞാൻ അവളെ കാണാനും പോകുന്നില്ല. അതുകൊണ്ട് വെറുതെ ആവശ്യമില്ലാതെ ഒന്നും ചിന്തിക്കേണ്ട. ഇപ്പൊ പാട്ടിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതിയെന്ന് അവൻ അവനെ തന്നെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ മിൻഹോ നിൽക്കുമ്പോഴാണ് പെൻഡ്രൈവ് അത്രയും ബുദ്ധിമുട്ടി തനിക്ക് ഇത് കൊണ്ടു കൊടുത്തതിന്റെ നന്ദി ഒരു മെസ്സേജിലൂടെ ലിങ്ക് അവൻ അയക്കുന്നത്. അവൻ ആ മെസ്സേജ് നോക്കി നിൽക്കുമ്പോഴാട്ടെ ഡോഗ് വല്ലാണ്ട് കുരയ്ക്കുകയും പെട്ടെന്ന് അവൻ ഞെട്ടിത്തിരിഞ്ഞ് അവന്റെ കൈ തട്ടി ഒരു ഐ ലവ് യു സ്റ്റിക്കർ അവൾക്ക് സെൻഡ് ആവുകയും ചെയ്തു. അവന് ഭയങ്കരമായ ടെൻഷൻ ആവുന്നുണ്ട്. അവൾ ഇത് കണ്ട എന്ത് പറയുന്നൊക്കെ അവൻ ആലോചിക്കുമ്പോഴേക്കും അത് ഡബിൾ ടിക്ക് വീണിട്ടില്ല, അവൾ സീൻ ചെയ്തിട്ടില്ല എന്ന് അവന് മനസ്സിലാവുന്നു. പക്ഷേ ഡിലീറ്റ് അടിക്കാൻ സ്കോപ്പ് ഒന്നുമില്ല. ഡിലീറ്റ് അടിച്ചാലും അത് ഈസിയായി കണ്ടുപിടിക്കും. അതുകൊണ്ട് എന്തെങ്കിലും പറയണമെന്ന് വിചാരിക്കുന്നവൻ, നിങ്ങൾ എന്റെ ഡോഗിനെ കൊഞ്ചിച്ചില്ലേ, അതിന് നിങ്ങൾ വല്ലാണ്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഐ ലവ് യു എന്ന് എന്നോട് അയക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ അയച്ചതാണെന്ന് അവൻ പറയുമ്പോൾ അതൊരു തമാശയായി എടുക്കുന്ന ലിങ് അതേ രീതിയിൽ തന്നെ റെസ്പോണ്ട് ചെയ്യുന്നു. അങ്ങനെ അവരുടെ മെസ്സേജ് അയപ്പ് നന്നായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ആ മെസ്സേജ് അയക്കുന്നതിന്റെ ഇടയിൽ അന്ന് എന്ത് പാട്ടായിരുന്നു കമ്പോസ് ചെയ്തത് ഒന്ന് കേൾപ്പിക്കാമോ എന്ന് ലിങ് ഒരു കൗതുകത്തിന്റെ പുറത്ത് ചോദിക്കുമ്പോൾ മിൻഹോ അവളെ ആ പാട്ട് കേൾപ്പിക്കുന്നുണ്ട്. അവൾക്ക് ആ മെലഡി ഭയങ്കരമായി തന്നെ ഇഷ്ടപ്പെടുന്നു. രണ്ടുപേരും രണ്ട് രാജ്യങ്ങളിൽ ഇരുന്ന് പരസ്പരം ഭാഷ നന്നായി അറിയില്ലെങ്കിലും സ്റ്റിക്കേഴ്സിന്റെയും ഒക്കെ സഹായത്തോടു കൂടി അങ്ങനെ മനോഹരമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നല്ലൊരു ബോണ്ടിങ് അവർക്കിടയിൽ ആവുന്നുണ്ട്. രണ്ടുപേരും അവരുടെ കമ്പനി വളരെയധികം എൻജോയ് ചെയ്യുന്നു. ഇപ്പതേ രാവിലെ എണ്ണീറ്റ രാത്രി അയച്ച മെസ്സേജിന് ലിങ്ക് എന്തെങ്കിലും റിപ്ലൈ അയച്ചിട്ടുണ്ടോ, ലിങ്ക് തന്റെ മെസ്സേജ് സീൻ ചെയ്തിട്ടുണ്ടോ എന്നിങ്ങനെ അറിയാനായിട്ടുള്ള ആകാംക്ഷയായിരുന്നു മിൻഹോയ്ക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ അന്ന് രാവിലെ തന്നെ അവളുടെ മെസ്സേജ് ഒന്നും വന്നിട്ടില്ല എന്ന് കണ്ട് ഉറക്കം വേണ്ടിയിട്ട് ആകെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്ന മിൻഹോയെ കണ്ടുകൊണ്ടാണ് മാനേജർ എത്തുന്നത്. അപ്പോഴേക്കും കഴിഞ്ഞ ദിവസം രാത്രി മിൻഹോ ലിങ്കിനെ കേൾപ്പിക്കാനായി പ്ലേ ചെയ്ത ആ ഒരു ട്രാക്ക് അവിടെ ഓടുന്നുണ്ടായിരുന്നു. അതിപ്പോ കേട്ടു നോക്കുന്ന മാനേജർക്ക് ഭയങ്കരമായി തന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇത് നന്നായിട്ടുണ്ടല്ലോ, എപ്പോഴിത് ആ സിനിമാക്കാരെ ഏൽപ്പിക്കുന്നത്, അവരോട് ഇന്ന് തന്നെ വരാൻ പറയട്ടെ എന്നല്ല മാനേജർ ചോദിക്കുമ്പോൾ അതിന് ഇത് ഞാൻ അവർക്ക് കൊടുക്കുന്നെന്ന് ആര് പറഞ്ഞു, ഇത് ഞാൻ ഇങ്ങനെ എടുക്കുക, എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടാ ഇത്, അവർക്ക് വേണ്ടി ഞാൻ മറ്റൊരു ട്രാക്ക് റെഡിയാക്കാമെന്ന് മിൻഹോ പറയുമ്പോൾ മിൻഹോ എത്ര കഷ്ടപ്പെട്ടിട്ടാ ഈ ഒരു ട്രാക്ക് റെഡിയാക്കിയതെന്ന് മാനേജർക്ക് അറിയാം. അപ്പൊ പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഇപ്പോ വേറൊരു ട്രാക്ക് എളുപ്പതും പറ്റുമെന്നല്ല മാനേജർക്ക് ഒരു ഡൗട്ട്. മിൻഹോ അത്യാവശ്യം നല്ലൊരു മ്യൂസിക് ഡയറക്ടർ തന്നെയാണ്, ചെയ്തിട്ടുള്ളതൊക്കെ ഹിറ്റാണ്. എന്നിരുന്നാലും പുള്ളിക്ക് ഒരു തുടക്കത്തിന്റെ പ്രശ്നമുണ്ട്. തുടങ്ങിക്കിട്ടിയ ആൾ ഓക്കെ ആവുന്ന അറിയാവുന്ന മാനേജർ അടുത്ത് നിന്ന് മോട്ടിവേറ്റ് ചെയ്യാണ്, ഇനി അധികം സമയമില്ല, എത്രയും പെട്ടെന്ന് അവർക്ക് പാട്ട് കൊടുക്കണ്ട എന്നിങ്ങനെയല്ല. പക്ഷെ അതേസമയം തന്നെ മിൻഹോയ്ക്ക് ലിങ്കിന്റെ റിപ്ലൈ മെസ്സേജ് വരുന്നുണ്ട്. ആ ശബ്ദം കേട്ട് വേഗം തന്നെ അവൻ മാനേജർക്ക് ഡൗട്ട് തോന്നാതെ മൊബൈൽ എടുത്തിട്ട് നിങ്ങൾ പോ, ഞാൻ വേഗം അടുത്ത ട്യൂൺ കമ്പോസ് ചെയ്യാൻ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഭയങ്കരമായി വർക്ക് ചെയ്യാൻ റെഡി ആയിരിക്കുന്ന കണക്കിരിക്കുമ്പോൾ ഈ എനർജി ഇതാ നമുക്ക് വേണ്ടത്, എത്രയും പെട്ടെന്ന് അടുത്ത ട്രാക്ക് റെഡിയാക്കുന്നുണ്ട്, നമുക്ക് കമ്പനിക്കാർക്ക് കൊടുക്കാനുള്ളതാണെന്ന് പറഞ്ഞ് മാനേജർ അങ്ങ് പോകുമ്പോൾ അവൻ പാട്ടൊന്നും റെഡിയാക്കാതെ അവളുടെ മെസ്സേജ് നോക്കിയിരിക്കുകയാണ്. അങ്ങനെ അവർ മെസ്സേജിലൂടെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇവിടെ മഴ പെയ്യുന്നു എന്ന് പറഞ്ഞ് അതിന്റെ മനോഹരമായ ഒരു വീഡിയോയും ആ മഴയുടെ ശബ്ദമൊക്കെ കറക്റ്റായി കിട്ടുന്ന രീതിയിൽ റെക്കോർഡ് ചെയ്ത് ലിങ്ക് മിൻഹോയ്ക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അത് കേൾക്കുന്ന മിൻഹോ ആ മഴയുടെ ആ ഒരു ടിപ്പ് ടിപ്പ് സൗണ്ട് ഒരു പാട്ട് പോലെ ആക്കി അവൾക്ക് തിരിച്ച് റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുക്കുമ്പോൾ അവൾ അത് കേട്ട് ഒരുപാട് സന്തോഷിക്കുന്നു. ഒരുപാട് ദൂരെ ആണെങ്കിലും മിൻഹോയുടെ പ്രസൻസ് അവളെ വല്ലാണ്ട് സന്തോഷിപ്പിക്കുന്നുണ്ട്. അവൻ തനിക്ക് എന്തോ സ്പെഷ്യലായി മാറുന്നുണ്ട് എന്നത് അവൾ തിരിച്ചറിയുന്നു. അങ്ങനെ എന്തായാലും ഇവിടെ നിന്ന് ലിങ്ക് പോയിട്ട് 2-3 ദിവസം ആയില്ലെങ്കിലും അവളെ കാണണമെന്ന് വല്ലാതെ ആഗ്രഹം തോന്നുന്ന മിൻഹോ അവളെ പെട്ടെന്നൊന്ന് വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോൾ മേക്കപ്പ് ഒന്നും ചെയ്യാതെ ആ വീട്ടിൽ നിൽക്കുന്ന രീതിയിൽ മുഷിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ധൈര്യം ലിങ്കിനില്ല. അവൾ അതുകൊണ്ട് അന്ന് കോൾ എടുക്കാതെ അടുത്ത ദിവസം രാവിലെ തന്നെ റെഡിയായി അവനെ തിരിച്ച് വീഡിയോ കോൾ ചെയ്യുന്നുണ്ടെങ്കിലും അവൻ ആ സമയത്ത് കുളിച്ച് മുടിയൊക്കെ ഉണക്കുന്ന ആ ഒരു തിരക്കിലായതുകൊണ്ട് ഹെയർ ഡ്രയറിന്റെ സൗണ്ടിൽ പെട്ടെന്ന് അവൻ ഫോൺ റിംഗ് അടിക്കുന്നത് കേട്ടില്ല. ഫോൺ തൊട്ടടുത്തില്ലായിരുന്നു, അപ്പുറത്തെ റൂമിൽ ഇരിക്കായിരുന്നു, അതുകൊണ്ട് ഒട്ടും തന്നെ കേൾക്കുന്നില്ല. ഇതേ സമയം ഫോൺ ഇങ്ങനെ തുരുതുര റിംഗ് അടിക്കുന്ന ശബ്ദം കേട്ട് മിൻഹോയുടെ ലിസ്റ്റ് ആ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. മിൻഹോ ഇതുപോലെ ഒരു ഹെയർ സ്റ്റൈലിസ്റ്റ് ഒക്കെ ഉള്ള വലിയൊരു
മ്യൂസിക് ഡയറക്ടർ ആണെന്ന് അറിയാത്ത നമ്മുടെ ലിങ് ആകട്ടെ ആകെ തെറ്റിദ്ധരിക്കാണ്. ഇനി ഒരു പക്ഷേ മിൻഹോയുടെ ഗേൾ ഫ്രണ്ട് ആയിരിക്കും ഇതെന്ന് കരുതി അവൾ പെട്ടെന്ന് തന്നെ കോൾ കട്ട് ചെയ്യുന്നു. ഗേൾ ഫ്രണ്ട് ഉള്ള ഒരാള് താനുമായി എന്തിനിങ്ങനെ ചാറ്റ് ചെയ്യുന്നത് എന്ന് അവൾക്ക് വല്ലാത്ത ഇഷ്ടക്കേട് വരുന്നു. ഇനി അവനെ കോൺടാക്ട് ചെയ്യേണ്ട എന്ന് അവൾ തീരുമാനിക്കുന്നുണ്ട്. ഈ സംഭവം ഒന്നും തന്നെ നമ്മുടെ മിൻഹോയ്ക്ക് അറിയില്ലല്ലോ. അവൻ റേഡിയോ ഒക്കെ ആയി വന്നിട്ട് അവളെ തിരിച്ചു വിളിക്കുമ്പോൾ അവൾ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. കുറെ നേരമായി മെസ്സേജ് അയക്കുന്നു, വിളിക്കുന്നു, ഒരു റെസ്പോൺസും അവളുടെ ഭാഗത്ത് നിന്നില്ല. മിൻഹോ ഭയങ്കരമായി അപ്സെറ്റ് ആയിരിക്കുന്നത് മാനേജർ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതാണ് കാര്യമെന്ന് മനസ്സിലാക്കുന്ന മാനേജർ പിന്നീട് സ്റ്റൈലിസ്റ്റിനോട് ഒരു പെണ്ണ് ചൈനയിൽ നിന്ന് നമ്മുടെ മിൻഹോയുടെ ലൈഫിലേക്ക് വന്ന് ഇപ്പതേ അവനെ കുറെ ഹോപ്പ് നൽകി ഇപ്പൊ ഭയങ്കരമായി സങ്കടപ്പെടുത്തി എങ്ങോട്ടോ മറഞ്ഞുപോയി, ഇങ്ങനെയുണ്ടോ പെണ്ണുങ്ങളെന്നൊക്കെ പറഞ്ഞ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേൾക്കുമ്പോഴാണ് സ്റ്റൈലിസ്റ്റിന് ഇത് തന്റെ ഭാഗത്തുനിന്ന് വന്ന തെറ്റാണ് എന്ന കാര്യം മനസ്സിലാവുന്നത്. വേഗം തന്നെ മിൻഹോയുടെ അടുത്ത് ഇത് ചെന്ന് പറഞ്ഞ് അറിയാതെ പറ്റിയതാണെന്ന് പറഞ്ഞ് സോറി ചോദിച്ചാൽ മിൻഹോ ദേഷ്യപ്പെടുമോ ഇല്ലയോ എന്ന് അവർക്ക് വലിയ ഉറപ്പില്ലാത്തതുകൊണ്ട് മിൻഹോയുടെ അടുത്ത് നേരിട്ട് പറയാതെ ലിങ്ങിന് മെസ്സേജ് അയക്കുന്നുണ്ട്. എന്നെ മിൻഹോയുടെ കോൾ അറ്റൻഡ് ചെയ്തത് കണ്ട് തെറ്റിദ്ധരിക്കേണ്ട, എന്റെ ബോയ് ഫ്രണ്ട് മിൻഹോ ഒന്നും അല്ല, മിൻഹോയുടെ മാനേജർ ആണെന്ന് പറഞ്ഞ് മാനേജറിന്റെ ഫോട്ടോ എടുത്ത് സ്റ്റൈലിസ്റ്റ് അയച്ചു കൊടുക്കുന്നു. പക്ഷെ അപ്പോഴും ലിങ് പിണക്കം മാറി മിൻഹോയെ കോൺടാക്ട് ചെയ്യുന്നില്ല എന്ന് കാണുന്നവർക്ക് ഇനിയും ഇത് മിൻഹോയോട് പറയാതിരുന്ന ശരിയാവില്ല എന്ന് തോന്നുന്നതുകൊണ്ട് തന്നെ മിൻഹോയുടെ അടുത്ത് ചെന്ന് നടന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കേൾക്കുന്ന മിൻഹോ ഒരുപാട് സന്തോഷിക്കുന്നു. ഇത്രയും ചെറിയ കാര്യമാണോ, ഇതൊക്കെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാലോ എന്ന് പറഞ്ഞ് ഒരു ഗിഫ്റ്റ് വേഗം തന്നെ ലിങ്ങിന് പാക്ക് ചെയ്ത് അയക്കുന്നുണ്ട്. അങ്ങനെ ആ ഗിഫ്റ്റ് ലിങ്ങിന് ഡെലിവർ ആവുകയും അവൾ അത് മിൻഹോ അയച്ചതാണെന്ന് മനസ്സിലാക്കി വേഗം ഭയങ്കര കൗതുകത്തിൽ തുറന്നു നോക്കുകയും ചെയ്യുന്നു. അതിനകത്ത് 2 ടോയ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്, അവളുടെ 2 ഫേവറേറ്റ് ക്യാരക്ടേഴ്സിന്റെ ടോയ്സ്. ഒപ്പം തന്നെ കൊറിയയിലേക്കുള്ള ഒരു ടിക്കറ്റും അറിയാതെങ്കിലും മനസ്സ് വിഷമിപ്പിച്ചെങ്കിൽ സോറി എന്ന ഒരു ലെറ്ററും ഉണ്ടായിരുന്നു. അങ്ങനെ മിൻഹോയെ നേരിൽ കാണണമെന്ന് തെറ്റിദ്ധാരണ മാറിയ ശേഷം ആഗ്രഹമുണ്ടായിരുന്ന ലിങ് ഇപ്പോ അവൻ ഇങ്ങനെ ഗിഫ്റ്റ് ഒക്കെ അയച്ച് അവൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും അവൻ അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ പോലും തന്റെ മനസ്സിൽ ഒരു വിഷമം ഉണ്ടായ കാര്യത്തിന് ഇങ്ങനെ സോറി പറയുന്ന അവനെ മിസ് ചെയ്യാൻ അവൾക്ക് താല്പര്യമില്ല. അതുകൊണ്ട് വേഗം തന്നെ കൊറിയയിലേക്ക് അടുത്ത ഫ്ലൈറ്റ് കയറി പോകുന്നുണ്ട്. എയർപോർട്ടിൽ എത്തുമ്പോൾ മാനേജറും സ്റ്റൈലിസ്റ്റും അവിടെ വെൽക്കം ചെയ്യാനായി നിൽപ്പുണ്ട്. അവർ നേരെ ലിങ്ങിനെ കൂട്ടിക്കൊണ്ട് പോകുന്നത് അവിടെ അവൾക്കായി അറേഞ്ച് ചെയ്തിരുന്ന ഒരു സർപ്രൈസിലേക്കാണ്. അവിടെ വെച്ച് അവൾക്ക് വേണ്ടി കമ്പോസ് ചെയ്ത പാട്ട് അവൻ അവിടെ പെർഫോം ചെയ്യുന്നു. അത് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും ഏറെ എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിലും അവരെക്കാൾ ഏറെ ലിങ് വളരെയധികം ആസ്വദിച്ച് കേൾക്കുന്നുണ്ട്. അവർക്ക് രണ്ടുപേർക്കും ഇപ്പൊ ചുറ്റിനുള്ള ഒന്നും കാണാൻ സാധിക്കുന്നില്ല, അവർ മാത്രമുള്ള ഒരു ലോകമാണ് അവർ കാണുന്നത്. അങ്ങനെ ആ പാട്ട് കേട്ട് അവൾ അതിൽ ലയിച്ച് നിൽക്കുന്ന സമയം മിൻഹോ അവളെ പ്രപ്പോസ് ചെയ്യുമ്പോൾ വളരെ സന്തോഷത്തിൽ ലിങ് അത് അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ അവർ ഒന്നിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു കുഞ്ഞു കഥ ഇവിടെ അവസാനിക്കുന്നത്. കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.